അതന്നെ, ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തകർത്ത് വിട്ടു. അതും ഓസ്ട്രേലിയയിൽ ചെന്നിട്ട്. ചരിത്ര വിജയമാണ് ബംഗ്ലാദേശ് സ്വന്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനും ശ്രീലങ്കയും പോലും ഇങ്ങനെ ഒരു നേട്ടം ഇതുവരെ സ്വന്തമാക്കിയിട്ടില്ല. ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വിചാരിച്ചിരുന്നത് ബംഗ്ലാദേശ് പടമാകുമെന്നാണ്. കാരണം ഓസ്ട്രേലിയ അവരുടെ അതിശക്തമായ നിരയാണ് കളിക്കാൻ ഇറക്കിയത്. അവരുടെ ബൗളർമാർ ആരൊക്കെയാണെന്ന് നോക്കിയേ. ഹേസൽവുഡ്, മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കുമ്മിൻസ്, നഥാൻ ലിയോൺ. ഇവരുടെ എല്ലാം മുന്നിൽ ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പരിശീലന മത്സരത്തിൽ അവർ വെറും 54 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തിരുന്നു. എന്നാൽ കളി തുടങ്ങിയപ്പോൾ ബംഗ്ലാദേശ് തങ്ങളുടെ തനി സ്വരൂപം പുറത്തെടുത്തു. തകർത്ത് തരിപ്പണമാക്കി ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന്റെ അവിശ്വസനീയമായ ചരിത്ര വിജയമാണ് ബംഗ്ലാദേശ് നേടിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മത്സരം ഏകദേശം ബംഗ്ലാദേശിന്റെ കയ്യിലായിരുന്നു. 198 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. സ്റ്റീവ് സ്മിത്ത് മാത്രമാണ് അവരുടെ നിരയിൽ ചേർത്ത് നിന്നത്. 71 റൺസ് എടുത്തു. രണ്ടാമത്തെ ടോപ്പ് സ്കോറർ വെതറാൾഡ് ആണ്, 23 റൺസ്. ഓസ്ട്രേലിയ എറിഞ്ഞിട്ടത് ഹസൻ മെഹ്മൂദ് ആണ്. അദ്ദേഹം 6 വിക്കറ്റുകളാണ് ഓസ്ട്രേലിയയുടെ പിഴുതത്. ഹുസൈൻ 2 വിക്കറ്റും കൂടെ നേടി. അങ്ങനെയാണ് അവർ 198 റൺസിൽ ഒതുങ്ങുന്നത്. എന്നാൽ ബൗളിംഗിൽ ഓസ്ട്രേലിയ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ബംഗ്ലാദേശ് ബാറ്റിംഗ് തുടങ്ങിയതോടെ കളി മാറി. ആദ്യത്തെ ഇന്നിംഗ്സിൽ 426 റൺസ് ബംഗ്ലാദേശ് അടിച്ചെടുത്തു. 228 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് ബംഗ്ലാദേശ് നേടിയത്. അവിടെ തന്നെ അവർ കളി കൈപ്പിടിയിലാക്കി. തൻസീദ് ഹുസൈദിന്റെ ഒരു വെടിക്കെട്ട് സെഞ്ചുറി, 101 റൺസ്. നജിമുൾ ഹുസൈൻ ഷാന്റെയുടെ കിടിലൻ ഇന്നിംഗ്സ്, 84 റൺസ്. അതാണ് അവരെ 426ലേക്ക് എത്തിച്ചത്. ഹേസൽവുഡ് വളരെ നന്നായിട്ട് തന്നെ ഓസ്ട്രേലിയക്ക് വേണ്ടി പന്തെറിഞ്ഞു. 6 വിക്കറ്റ് നേടി. മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ് നേടി. ഓസ്ട്രേലിയ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതും തെറ്റിപ്പോയി. 284 റൺസിന് അവർ ഓൾ ഔട്ടായി. കാമറൂൺ ഗ്രീൻ മാത്രമാണ് പിടിച്ചു നിന്നത് 104 റൺസോടെ. സ്റ്റീവ് സ്മിത്ത് 44 റൺസും എടുത്തു. ഹസൻ മിറാസ് 5 വിക്കറ്റോടെ ബംഗ്ലാദേശിന് വേണ്ടി തിളങ്ങിയപ്പോൾ ഹസൻ മെഹ്മൂദ് 3 വിക്കറ്റുകളും വീഴ്ത്തി. അദ്ദേഹം ആദ്യത്തെ ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നേടിയിരുന്നു. 2 ഇന്നിംഗ്സിലും കൂടെ 9 വിക്കറ്റുകളാണ് ഹസൻ മെഹ്മൂദ് വീഴ്ത്തിയത്. പിന്നീട് ജയിക്കാൻ വേണ്ടിയിരുന്നത് ബംഗ്ലാദേശിന് വെറും 57 റൺസ് മാത്രമാണ്. അവർക്ക് തൻസീദ് ഹുസൈനെ മാത്രമാണ് നഷ്ടമായത്. അദ്ദേഹം റണ്ണൊന്നും എടുത്തില്ല. പിന്നീട് ഷദ്മാൻ ഇസ്ലാമും മൊമിനുൽ ഹക്കും ചേർന്ന് അവരെ വിജയത്തിലേക്ക് എത്തിച്ചു. ഇസ്ലാം 25 റൺസ് എടുത്തപ്പോൾ ഹക്ക് 30 റൺസാണ് എടുത്തത്. അങ്ങനെ 9 വിക്കറ്റിന്റെ ചരിത്ര വിജയമാണ് ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിൽ ചെന്ന് വീഴ്ത്തിക്കൊണ്ട് ബംഗ്ലാദേശ് നേടിയിരിക്കുന്നത്.